നിഷാന്ത് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കറക്റ്റ് ടൈമിലാണ് ആ കറക്റ്റ് ആൾ എത്തിയിരിക്കുന്നത്. നിഷാമ നല്ലൊരു കൈയടി കൊടുത്താൽ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. യെസ്, കറക്റ്റ് പാട്ട്. ആ പാട്ടിന് സൗണ്ട് കിട്ടിയ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ നിഷേഷി ഇത് നടന്നുകൊണ്ടിരുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഋഷിയുടെ ഫ്രണ്ട്സ് രണ്ടുപേരും പ്രിയപ്പെട്ടതാണ്. ഐശ്വര്യ പ്രിയപ്പെട്ടതാണ്, ഋഷിയും പ്രിയപ്പെട്ടതാണ്. ഋഷി സ്പെഷ്യലാണ്. ഋഷി വന്നതിന് ശേഷമുള്ളൂ ഐശ്വര്യ വന്നിട്ടുള്ളൂ. ഋഷി വഴിയാണ് ഐശ്വര്യ പരിചയപ്പെടുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഋഷി കല്യാണം പഠിക്കാൻ വന്നപ്പോ എനിക്ക് ഈ ചെക്കൻ എന്താണ് ഇവ കല്യാണം കഴിക്കാനൊക്കെ ആയോ? ഞാനത് കാണുമ്പോ കുഞ്ഞു പയ്യനാണോ? ഇപ്പോഴും കുഞ്ഞു തന്നെ, അതുപോലെ തന്നെ കുറച്ച് വെള്ളം വെച്ചേ ഉള്ളൂ. പക്ഷെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ നമ്മള് ബിഗ് ബോസിലൊക്കെ കാണുമ്പോ ഞാൻ അവിടെ വീട്ടിലിരുന്ന് പറയും, ഇതിനത് ഇതിനൊരു മാറ്റമില്ല. അവിടെ കിടന്ന് കരയിലും ഇവിടെ ഒന്ന് കരയിലും. പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് സങ്കടം വരും. ഇതൊക്കെ അവന് ജെന്യൂൻ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിലിമിന് നമ്മൾ പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോ അവിടെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ബിഗ് ബോസിൽ അവൻ എന്താണ് അങ്ങനെയൊക്കെ? അപ്പൊ അവൻ അതാണ്, അത് തന്നെ, അതാണ് ഒട്ടും അഭിനയിക്കുന്നത്. ആ യഥാർത്ഥ ക്യാരക്ടർ അത് തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയവൻ ശരിക്കും ജെന്യൂൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് എന്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ്. അവിടെ പറയുമ്പോൾ ഒരാൾ അവിടെ ഇങ്ങനെ നോക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു അസൂയല്ല. അവൻ അമ്മയല്ല, അവന്റെ അമ്മ. വളരെ സന്തോഷമാണ്, എന്നോടും അങ്ങനെ ഇഷ്ടം തന്നെയാണ്. പിന്നെ ഐശ്വര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യ വളരെ, ഞാൻ എപ്പോഴും പറയും, നീ കല്യാണം കഴിക്കണമെങ്കിലേ അവയെ ചെക്കനമ്മ കല്യാണം കഴിക്കണമെങ്കിൽ ഐശ്വര്യ തന്നെ കല്യാണം കഴിക്കണം. വളരെ നല്ല കുട്ടിയാണ്. നിന്റെ ഈ കോമാളി തരത്തിലും നിന്റെ ഈ വീടിക്കും അച്ചടക്കമില്ലായ്മയ്ക്കൊക്കെ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാള്, ക്ഷമയോടെ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഐശ്വര്യ. അപ്പൊ ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചേർന്നൊരു കുട്ടിയാണ്. ഇത് ഞാൻ ഐശ്വര്യ അടുത്ത് കുറച്ച് ഇങ്ങനെ തെറ്റിക്കാനൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. കൂടെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊരു പരീക്ഷ. പക്ഷെ അതിനകത്ത് ഐശ്വര്യ വിജയിച്ചു ഞാൻ പറഞ്ഞേ, നിനക്ക് വേറെ പണിയൊന്നുമില്ല കൊച്ചതൊക്കെ ചോദിച്ചു. പക്ഷെ അവിടെ ഇല്ല, അവൻ പാവമാണ്. അപ്പൊ പറയണം അവൻ പാവമാണ്. അതാണ്, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. പെൺകുട്ടികൾ പ്രേമിക്കുമ്പോ നമ്മളെ കുത്തിത്തിരിപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിലൊന്നും വീഴാതെ പിടിച്ചു നിന്ന നല്ലൊരു കുട്ടിയാണ്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ എല്ലാ ഭാഗ്യവും എന്ന് പറഞ്ഞാല്, അമ്മ അവിടെ ഒന്ന് വരാമോ? രണ്ടാമത് അതിന്റെ അടുത്ത സൈഡിലേക്ക് നിന്നു. അപ്പൊ കറക്റ്റ് അപ്പുറത്തെ ഋഷിയുടെ അടുത്ത് അമ്മയും രണ്ടുപേരും നിന്നൊരു ഫോട്ടോസ് കൂടി എടുത്തു. അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ആരെയും വിശ്വസിക്കുന്നില്ല. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നമ്മൾ ഓണം വരികയാണ്. നമ്മളിനി നേരിട്ട് കാണുന്ന കല്യാണത്തിനായിരിക്കുമല്ലോ. അപ്പൊ എല്ലാവർക്കും അന്നേരം ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല, അതൊരു തിരക്കായിരിക്കും. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണമൊക്കെ അടിച്ചു വിളിക്കട്ടോ. നല്ല കുട്ടികളായിട്ട് വളരണം. മാതാപിതാക്കളനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാളെ കല്യാണം കഴിക്കാം. പക്ഷെ അത് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം വേണം മാരേജ് എന്ന കാര്യത്തിലേക്ക് എടുത്ത് ചാടാൻ. ഇതൊരു ചാട്ടം തന്നെയാണ്. അതുകൊണ്ട് അപ്പോ ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ലൈഫ് ഞാൻ നേരിടുകയാണ്. Thank you.